ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആശകൾ ആയിരം എന്ന് പറയുന്ന ജയറാമേട്ടൻ നായനായിട്ട് വരുന്ന പുതിയ മലയാളം മൂവിയാണ്. പടം കണ്ടുവന്നിരിക്കുകയാണ്. പടത്തിന്റെ റിവ്യൂ പറയാൻ വന്നിരിക്കുന്ന വീഡിയോയിലായിട്ട് പോവാം. പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജി പ്രജിത്ത് ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരെ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വടക്കൻ സെൽഫി ഒക്കെയാണ് പുള്ളി ഡയറക്ട് ചെയ്തിരിക്കുന്ന മൂവി. പിന്നെ രണ്ടാമത് പറയുന്നത് പടത്തിന് റൈറ്റ് ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനും കൂടിയാണ് പടം റൈറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ ബൈ ഗോകുലം ഗോപാലൻ. മ്യൂസിക് സനൽ ദേവാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ഷാജി കുമാർ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റർ ബൈ ഷാഫി. പിന്നെ പറയുന്നത് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ജയറാമേട്ടൻ, കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, ദിലീപ് മേനോൻ, അഖിൽ NRD. പൊന്നു ബ്രോ, കുറെ നാളായി പുള്ളിനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഷോർട്ട് ഫിലിമും അതായത് പുള്ളിയുടെ ചാനലിൽ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ വന്ന് ചെറിയ ചെറിയ രീതിയിൽ പുള്ളി ഹിറ്റായി വന്നൊരു വ്യക്തിയാണ്. വളരെ സന്തോഷമുണ്ട് പുള്ളിനെ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടതിന്. അഖിൽ NRD, പിന്നെ ഷറഫുദ്ദീൻ, രമേശ് പിഷാരടി, ആശ ശരത്ത് എന്നിവരൊക്കെയാണ് പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ്, ഒരു ഫാമിലി പടം എന്ന് പറയാനുള്ളത്. കിടിലൻ നമ്മൾ ഇറങ്ങുമ്പോൾ ശരിക്കും ഒട്ടും പടം ഒരു നിരാശ വരികയില്ല. ശരിക്കും നമുക്കൊരു ശരിക്കും പടം കണ്ടുമ്പോൾ കൂടുതലും പടത്തെ ഒരു ഇൻട്രസ്റ്റ് തന്നെ തോന്നുന്ന രീതിയിലാണ് ഫുള്ള് അവന്മാര് പടം ചെയ്തിരിക്കുന്നത്. പടം ഒട്ടും പടത്തെ പറ്റി എനിക്ക് ഇച്ചിരി പോരായ്മ തോന്നിയാല് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇച്ചിരി നന്നായിരുന്നെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയെന്ന് തോന്നി. പിന്നെ ചില ഷോർട്സും കാര്യങ്ങളൊക്കെ അവര് ചെയ്തിരിക്കുന്നത് ഇച്ചിരി ഒന്നുകൂടി ഇച്ചിരി ഇമ്പ്രൂവ് ആക്കിയിരുന്നെങ്കിൽ നല്ല രീതി. അതായത് ഇപ്പൊ നമ്മൾ സർവമായൊക്കെ ഹിറ്റായ കൂട്ട് തന്നെ നല്ലപോലെ ഒന്നുകൂടി ഇത് ഹിറ്റായെന്ന് തന്നെ പറയണത്. പക്ഷെ അതിനൊക്കെ അത്രയും നല്ലപോലെ വർക്കായെന്ന് ഒന്നുകൂടി തോന്നിയായിരുന്നു. പിന്നെ പടത്തെ പറ്റി ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഫുള്ളി കംപ്ലീറ്റ് പാക്കേജ് ഒരു ജയറാമേട്ടന്റെ ഷോ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം ഓർത്ത് പുള്ളിക്കാരൻ മാത്രമായിരിക്കും പടത്തിൽ പെർഫോം ചെയ്യാനായിട്ട് കൂടുതലും ചാൻസ് അല്ലെങ്കിൽ അവസരം കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ അങ്ങനെയല്ല. അച്ഛനോടൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിലും എന്നാലും അച്ഛന്റെ ഒക്കെ ഒരു ലെവല് വരത്തക്ക വിധത്തിലുള്ള ഒരു ആക്ടിങ് ലെവലാണ് കാളിദാസ് ജയറാമും കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ പറയാനുള്ളത് അഖിൽ NRD ബ്രോ. പുള്ളിക്കാരൻ നമ്മള് ഷോർട്സിലും റീൽസിലൊക്കെ കണ്ട് നമ്മൾ ഒട്ടുമിക്കവർക്കും പരിചയമുള്ള മുഖമാണ് പുള്ളിയുടെ. പുള്ളി വന്നിട്ട് പുള്ളി നോർമലി കാണുന്ന പോലെയൊക്കെ തന്നെ പുള്ളിയുടെ കോമഡിയൊക്കെ അത്യാവശ്യം നല്ലപോലെ വർക്കായ കോമഡിയൊക്കെയാണ് പുള്ളിയുടെയും. സിനിമയില് അത് തിയേറ്ററിൽ നിന്ന് കണ്ട ഒട്ടുമിക്ക പേർക്കും നല്ലപോലെ വർക്കായതാണ്. പിന്നെ എന്നാ പറയാ, രമേശ് പിഷാരടി ഇടക്ക് വന്ന് പോണുണ്ട്. ഒരു ചെറിയൊരു 5-10 മീറ്ററുള്ള ഗ്യാപ്പിൽ വന്ന് അഭിനയിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ പുള്ളി. പിന്നെ ഷറഫുദ്ദീനാണ് ഒരു കംപ്ലീറ്റ് ഒരു വില്ലൻ പാക്കേജ് എന്ന് പടത്തിൽ വന്നിരിക്കുന്നത്. പുള്ളി അത്യാവശ്യം നല്ലപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഒരു ഞാൻ മെയിനായിട്ട് ഒരാളെ ഈ പടത്തിൽ മെയിനായിട്ട് ഞാൻ കണ്ട ഒരാളെ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫുൾ പാക്കേജ് ജയറാമേട്ടന്റെ ഷോ തന്നെ പറയാനുള്ളത്. അത് എന്താ കുറെ നാൾക്ക് ശേഷം പുള്ളിനെ ഒരു മലയാള സിനിമ അധികം ഇറങ്ങുന്നില്ലല്ലോ. അപ്പൊ കുറെ നാൾക്ക് ശേഷം നല്ലൊരു ബിഗ് സ്ക്രീന് നല്ല കിടിലൻ, അതായത് ഒട്ടുമിക്ക ലാംഗ്വേജും പുള്ളി പോയി സൈഡ് റോളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണെന്ന് വെച്ചാൽ വ്യക്തിയായിരുന്നു. ഇപ്പം മലയാളത്തിലെ അത് പടം ചെയ്തിട്ട് കുറെ നാളായിരുന്നു. അതിനുശേഷം പുള്ളിക്ക് തന്നെ ആദ്യത്തെ പടം ഇതായിരിക്കും തോന്നുന്നു, കുറെ നാൾക്ക് ശേഷം തന്നെ. എന്നാലും കിടിലായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. കിടിലൻ പടമാണ്, എല്ലാവരും പോയി കാണുക.